അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖമുദ്ര അള്ളാഹുവിന്റെ മഹാത്മാക്കളായ ആളുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നതാണ്. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് വലിയ ആദരവാണ്, ഔലിയാക്കളോട് വലിയ ബഹുമാനമാണ്. അത് ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും ശരി, മരിച്ചു പോയവരായിരുന്നാലും ശരി, ആ ഒരു ബഹുമാനം വളരെ പ്രധാനം. അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പള്ളിയിലെ ഉസ്താദ് ചെലവുണ്ട് വിചാരിക്കാം, ഇന്നത്തെ ഭക്ഷണം നമ്മൾ വീട്ടിലാണെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരുടെ ഭക്ഷണം നമ്മൾ വീട്ടിലാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഉമ്മ നേരത്തെ നമ്മളോട് പറയും, ഉസ്താദിന്റെ ചെലവാണ് ഇന്ന ദിവസം, നീ എവിടേക്കെങ്കിലും പോകുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് വേണം പോകാൻ. ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഉസ്താദുമാർക്ക് കൊടുക്കുക. ഒരുപക്ഷെ ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ ഉസ്താദുമാരെ പോലെ നല്ല ഭക്ഷണം നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് പോലും കിട്ടില്ല. അവർ ക്യാൻറ്റീനിൽ നിന്ന് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഭക്ഷണം, നല്ല സൂപ്പർ ഭക്ഷണം കിട്ടും. എന്റെ നിമിത്തം ആലിമികളോടുള്ള ബഹുമാനം. അള്ളാഹുവിന്റെ ദീന്റെ അഴിമ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവർ, അതിന്റെ വാഹകരാണ് അവർ. അവരെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാക്കളെ ബഹുമാനിക്കണം. അത് പാരമ്പര്യമായി അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഇന്നോളം സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മുഖമുദ്രയായി അടിസ്ഥാനമായി നിലനിൽക്കുന്ന വിഷയമാണ് ഈ ആദരവ്, ഈ ബഹുമാനം. അതിന്റെ ഭാഗമാണ് തവസ്സുൽ. നമ്മൾ ബദർ മൗലിദ് ചൊല്ലുകയാണ്, തലക്ക് തന്നെ ചൊല്ലുന്നത് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വആഖിരിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവിന്റെ നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ സന്മാർഗ നായകനായ റസൂലുള്ളാഹിനെ മുൻനിർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്ന സകല യോദ്ധാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. വഅഖിരിൽ ബദരി യാ അല്ലാഹ്, വിശേഷിച്ച് ബദരീകളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. മഹാത്മാക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കാൻ ബഹുമാനത്തിന്റെ ഭാഗം. നിങ്ങൾ പരിശോധിച്ച് ഈ വിഭാഗങ്ങൾ തങ്ങന്മാരെ പോലുള്ള വലിയ വലിയ മഹാത്മാക്കൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അവർ ദുആ ചെയ്യുമ്പോൾ പോലും കയ്യോ ഖുർആൻ, അല്ലാഹു കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു ദുആയിട്ട് അതാക്കിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയെ കാണാൻ തന്റെ വീട്ടിലേക്ക് വരികയാണ്. സെയ്ദ് ബിൻ സാബിത്ത് എന്നാൽ ഒട്ടും മോശക്കാരനല്ല, അഹ്ലു ബൈത്തല്ല, പക്ഷേ മഹാപണ്ഡിതനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഖുർആൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അത് പിഴക്കാതെ കുറ്റമറ്റ രീതിയിൽ തത്സമയം എഴുതി വെക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്ത വളരെ ബുദ്ധിഗ്രാഹ്യശേഷിയുള്ള വലിയ ചിന്താ കഴിവുള്ള നല്ല മനക്കരുത്തുള്ള സ്ഥിരതയുള്ള മഹാപണ്ഡിതനായ സ്വഹാബി പ്രമുഖനായിരുന്നു സയ്യിദുനാ സെയ്ദ് ബിൻ സാബിത്ത്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്തിന്റെ വീട്ടിലേക്ക് ഇബ്നു അബ്ബാസ് തങ്ങൾ വരികയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ വന്നപ്പോ മരുഭൂമിയാണ്, ദൂരം തന്നെ ഇങ്ങനെ വരുന്ന ഒട്ടപ്പുറത്ത് ഇങ്ങനെ വരുന്നത് കാണാം. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് അടുത്തെത്തിയപ്പോൾ മനസ്സിലായ ഏകദേശം മഹാനായ ഇബ്നു അബ്ബാസ് ആണ് വരുന്നത്, വലിയ മഹാനാണ് വരുന്നത് എന്റെ വീട്ടിലേക്ക്. ഉടനെ അദ്ദേഹം തന്റെ റൂമിൽ പുറത്തിറങ്ങിയിട്ട് നേരെ മുറ്റത്തിറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ബഹുമാനം. അദ്ദേഹം വീട്ടിൽ വരട്ടെ, ബെല്ലടിക്കട്ടെ, അപ്പൊ നോക്കാം. അങ്ങനെയല്ല, പുറത്തിറങ്ങി അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തെന്നോ? ഒട്ടകം നിർത്തി. ഒട്ടകത്തിൽ നിന്ന് കാല് താഴെ വെച്ച് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത്, ഇബ്നു അബ്ബാസ് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കാല് വെച്ച ഒട്ടകത്തിന്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൽ വെച്ചുകൊണ്ട് പിടിച്ചിട്ട് ചുംബിക്കാൻ നോക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ വേണ്ട അങ്ങനെ ചെയ്യരുത്, മഹാനവർ ചെയ്യരുത്. അദ്ദേഹം ഞാൻ ചെയ്യുന്ന തടഞ്ഞെങ്കിലും അംഗീകരിക്കാതെ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ഇങ്ങനെ കാണിക്കണം, ബഹുമാനിക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അത് തടഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ചു വാങ്ങി ഇങ്ങോട്ട് ചുംബിച്ചുകൊണ്ട് സെയ്ദ് ബിൻ സാബിത്തിനെ ആദരിച്ചപ്പോൾ, സെയ്ദ് ബിൻ സാബിത്ത് വിസമ്മതം കാണിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ അവർക്ക് പറഞ്ഞു, തടയരുത് മഹാനവറുകളെ, ഞാൻ നിങ്ങളെ കൈ ചുംബിച്ചോട്ടെ. ഞങ്ങൾ ആലിമീകളെ കൊണ്ട് ഇങ്ങനെ ബറക്കത്തെടുക്കണം, ഇങ്ങനെ ആദരവ് കൽപ്പിക്കണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഒരു ബഹുമാനം, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ബേസ്മെന്റ്. വിദായി പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തതാണ്. അതാണ് നമ്മൾ മാലപ്പാട്ടുകളും മൗലീദുകളും ഒക്കെ കൊണ്ടു നടക്കുന്നത്. എന്താണ് മാലപ്പാട്ടുകളുടെ ഉള്ളടക്കം? എന്താ മൗലൂദുകളുടെ ഉള്ളടക്കം? മുഹിദ്ദീൻ മൗലൂദായാലും ബദരീകളെ മൗലൂദായിരുന്നാലും ഏത് മൗലൂദ്, റിഫായി മൗലൂദായിരുന്നാലും നഫീസത്തുൽ മൗലൂദായിരുന്നാലും മൗലൂദുകളൊക്കെ ഉള്ളടക്കം ആ മഹാത്മാവിന്റെ ചരിത്രം പറഞ്ഞ് പാടിപ്പുകഴ്ത്തി പ്രകീർത്തിക്കുക എന്നാണ്. അവരുടെ ആദരവും സ്നേഹവും ബഹുമാനവുമാണ് അവർ പ്രകീർത്തിക്കാൻ നിമിത്തമാകുക. ഇത് ലോകത്ത് എവിടെ ചെന്നാലും അടിസ്ഥാനപരമായി പാരമ്പര്യമായി നിലനിൽക്കുന്ന സംസ്കാരമാണ്. ആ സംസ്കാരം സുന്നത്ത് ജമാഅത്തിന്റെ സംസ്കാരം കേരളത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇന്നും ഈ ആദരവ് മഹാന്മാരായ ആലിമീങ്ങൾക്കും സൂഫിയാക്കൾക്കും അമ്പിയാക്കൾക്കും ആദരവ് നൽകിക്കൊണ്ട് ദീനിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് സുന്നി വിഭാഗം.
അതിനെ നിലനിർത്തുന്ന ഒരു കേരളത്തിലെ ആധികാരിക മത പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ബിദഅഹി പ്രസ്ഥാനങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കണം. ഇതിനെതിരായ രീതിയിൽ മഹാത്മാക്കളോടുള്ള ആദരവ് മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റലാണ് ബിദഅഹി പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവം. മഹാന്മാരെ ഇകഴ്ത്തി കാണിക്കുക, കുറ്റപ്പെടുത്തുക, പരസ്യമായി മോശമായി ചിത്രീകരിക്കുക, അത്തരം അപകടകരമായ നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവർ വിദ്യാർത്ഥിക്കാരല്ലെങ്കിൽ പോലും ഒരു പക്ഷെ നാളെ വിദ്യാർത്ഥിക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടാൻ ഇടയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം. ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഠിനാധ്വാനം നടത്തി. അതിന്റെ ഫലഫലം നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കെടാതെ കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അതീവ ജാഗ്രത ഈ വിഷയത്തിൽ പാലിക്കേണ്ടവരാണ്, പാലിക്കാൻ കടപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ അതാണ്. ഇത് ലോകത്ത് എവിടെ ചെന്നാൽ നമുക്കിത് കാണാൻ സാധിക്കുന്ന സംസ്കാരം. ഈ മഹാത്മാക്കളുടെ ബറക്കത്തെടുക്കുക, ഇതൊക്കെ ശുദ്ധം കുഫറും ആയി ചിത്രീകരിക്കുന്ന ആളുടെ അപ്പുറത്തിലാണ്. നമ്മൾ മഹാന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കുക. ഒരു മഹാനായ സഹാബ് സൂഫിയൻ, ഒരു വലിയ അല്ലെങ്കിൽ ഒരു സയ്യിദ് ഒരു ചായ കുടിച്ച് ബാക്കി വെച്ചാൽ നമ്മൾ എടുത്ത് കുടിക്കും. ബറക്കത്താണ്. ബറക്കത്താണ് അതിന്റെ പ്രത്യേക ബറക്കത്തൊന്നും ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മഹാന്മാരുടെ കബറിൽ ചെന്ന് ദുആ ചെയ്താൽ ആ ദുആക്ക് ബറക്കത്താണ്. അവർ കബറിൽ ചെന്നിട്ട് മഹാത്മാരുടെ മക്കാമിൽ ചെന്നിട്ട് കാലത്ത് തുടക്കം കുറിച്ചാൽ അതിന് ബറക്കത്താണ്. ഇത് പാരമ്പര്യമായി 14 നൂറ്റാണ്ട് കാലമായി ലോക മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതി വിശേഷമാണ്. ഞാൻ ഓർക്കുകയാണ്, ഈജിപ്ത് സന്ദർശിക്കാൻ അവസരം കിട്ടി. ഈജിപ്തിൽ ചെന്നപ്പോ ഞങ്ങളുടെ സംഘം ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ഗൈഡ് വേണം, ഗവൺമെന്റ് നിയമമാണ്. ആ ഗൈഡ് കേവലം ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ഓരോ സ്ഥലത്ത് പോയി നിർത്തുമ്പോൾ ബസ് നിർത്തുമ്പോൾ എത്ര മിനിറ്റ് അത് കഴിഞ്ഞ് ഇന്നെ കണ്ടിട്ട് തിരിച്ചു വണ്ടി കയറുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കെയ്റോയിലാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 5 മിനിറ്റാണ്. അത് സന്ദർശിക്കാൻ തിരിച്ച് വണ്ടി കയറണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 20 മിനിറ്റ് നമുക്ക് അനുവദിച്ചുകൂടെ ചോദിച്ചു. അതിന്റെ അങ്ങനെ സമയം ഒത്തുകിട്ടുകയാണ്. നഫീസത്ത് ബീവി മിസ്രിയ റളിയല്ലാഹു അൻഹ എന്നാല് ഞങ്ങൾ അതിവിദൂരമായ ഇന്ത്യയിലുള്ള കേരളക്കാരാണ്. പക്ഷേ അവർ ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരു നാമമാണ്. മാത്രമല്ല ചരിത്രം പോലും ഞങ്ങൾ ആളുകൾക്ക് മുഴുവൻ അറിയുന്നു. അവരുടെ പ്രത്യേകമായ മൗലിക പ്രതീക്ഷ നടത്തുന്ന ആളുകളാണ്. മാനപ്പാട്ട് പറഞ്ഞവരാണ്. ഞാൻ തുടങ്ങിയിടുന്നേ ഇങ്ങനെ ചൊല്ലി നമ്മൾ ചെറുപ്പത്തിലെ നഫീസത്തുമാല ചൊല്ലുന്ന കൂട്ടത്തിലാണ്. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ തട്ടി കളിക്കാണ് നഫീസത്തിലുള്ള ചരിത്രം മുഴുവനുണ്ട്. ചരിത്രം ജനിക്കുന്നത്, അവരുടെ ജനനത്തെ കുറിച്ച് മൗലിദിൽ പറയുന്നുണ്ട്, മാനപ്പാട്ടിൽ പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ചും മാനപ്പാട്ടിൽ പറയുന്നുണ്ട്. ആ 1-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചത്. 2-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ കാലത്ത് സലഫ് സ്വാലിഹിൽപ്പെട്ട വലിയ മഹദിയാണ്, വലിയ വലിയത്താണ്, അല്ലാഹു സൂഫിയത്തായ മഹദിയാണ്. അപ്പൊ എന്തായാലും അവിടെ മുത്തുമുറി ആസികൾ പാർക്കണം. അപ്പോൾ സൂഫികളാണ്. അറബികൾക്കുള്ള പ്രയോഗം സുന്നികൾക്ക് സൂഫികൾ എന്ന് പറയും. ഞങ്ങൾ സൂഫികളാണ്. ഞാൻ സൂഫിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചാൽ നിങ്ങൾ പറയാമല്ലോ, യാസികൾ ദുആ ചെയ്തിട്ടാണ് ജനാസ കൊടുക്കുക. ഞാൻ സെയിമാണ് ഞങ്ങളുടെ നാട്ടിൽ, തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അദ്ദേഹം ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. കെയ്റോ എന്നുള്ള ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയാണല്ലോ, വലിയ പട്ടണമാണ്. കെയ്റോയിൽ ഏത് മഹലിൽ ഒരു മുസ്ലിം മരിച്ചാലും ആ മുസ്ലിനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, എന്നിട്ട് ആംബുലൻസിൽ ആ ജനാസ വെക്കും. എന്നിട്ട് കബറടക്കുന്നതിന് മുമ്പ് നേരെ നഫീസത്തിന്റെ മക്കാമിൽ കൊണ്ടുവരും. അവിടെ വെച്ച് മയ്യിത്സ്കാരം എടുക്കും. എന്നിട്ട് മക്ബറയ്ക്ക് കൊണ്ടുപോയി അവനവന്റെ മക്ബറയ്ക്ക് കബറെടുക്കും. കെയ്റോയിൽ കാലങ്ങളായി നടക്കുന്ന സംഭവമാണ്. ബറക്കത്തിന് കാണിച്ചതാണ്. എപ്പോഴും അവിടെ ചെന്നാൽ ഒരു 3, 4, 5 ആംബുലൻസുകളിൽ കാണും ജനാസസ്കാരം. കാരണം കെയ്റോ നഗരത്തിൽ ആളുകൾ ഇഷ്ടംപോലെ മരിക്കൂലേ, ആളെ കൊണ്ടുവരാൻ മയ്യിത്സ്കരിക്കാൻ തിരിച്ചു കൊണ്ടുപോകാം. പറഞ്ഞ പോലെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ 2 ആംബുലൻസുകളുണ്ട് അവിടെ, 2 ജനാസസ്കാരം നടക്കുക. എന്റെ പ്രിയപ്പെട്ട, ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ നഫീസത്ത് ബീവിന്റെ മക്കാമുണ്ട് എന്നതിന്റെ പേരിൽ അതിന്റെ പരിസരത്ത് ജനാസസ്കരിച്ചാൽ ഖബറിൽ ശിക്ഷയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയാണത്. ഹദീസുകൾ അങ്ങനെ പഠിപ്പിക്കുന്നത് മഹാത്മാക്കൾക്ക് വലിയ പുണ്യമാണ്, വലിയ ബറക്കത്താണ്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത പറഞ്ഞത് ഈ ആദരവ്, ഈ തവറുക്ക്, ഈ തവസ്സുല്, ഈ ഇസ്തിഗാസ കിതാബുകളിൽ മാത്രമല്ല, ഖുർആനും ഹദീസും മാത്രമല്ല, പ്രാക്ടിക്കലായി ലോക മുസ്ലിം രാജ്യങ്ങൾ മുഴുവൻ പടർന്ന് പന്തരിച്ച് കിടക്കുന്നത് എന്നൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം അതേപടി നിലനിർത്താനും വരും തലമുറകളിലൂടെ ഖിയാമത്ത് നാൾ വരെ ഈ സംസ്കാരം കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിലനിർത്താനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സംസ്ഥ സ്വീകരിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ എന്തേ കാരണം? കാരണം അത്രമാത്രം പ്രാർത്ഥന കൽപ്പിക്കേണ്ടതുണ്ടോ? ഗൗരവമുള്ള കേസാ സഹോദരന്മാരെ.
ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആദർശ സമ്മേളനം നടത്താൻ തന്നെ നിമിത്തമായത് വിദ്യാർത്ഥികളോടുള്ള ഒരു ബന്ധം, അവരുടെ അകൽച്ചയൊക്കെ നിസ്സാരമായി കാണുന്ന കാലഘട്ടമാണ്. ഞാനൊക്കെ സുന്നിയോടും ബന്ധമുണ്ട്, മുജാഹിദിനോടും ബന്ധമുണ്ട്, തമിഴിനോട് ബന്ധം, ഞാൻ എല്ലാവരും കൂടെ പോകും. അവരൊക്കെ സമുദായത്തിന്റെ ഭാഗമല്ലേ. കെട്ടുറപ്പുകൊണ്ട് ഐക്യമായിട്ട് ചിന്താഗതി നമ്മുടെ പുതിയ ജനറേഷനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിദായി വിഭാഗങ്ങൾ പലരെയും നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ്. വളരെ അപകടകരമാണ്. വളരെ അപകടകരം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അതിനിടയിൽ കാര്യം ബക്കറ്റ് പിരിവ് നടക്കുന്നു. സുന്നത്തെ മാത്രം പ്രത്യേകം പിരിവ്. കാരണം നമുക്ക് പണം നമ്മുടെ കയ്യിലുണ്ടാവില്ല. മറ്റേ പാർട്ടികൾ ഇഷ്ടംപോലെ പണമാണ്. ഇപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പിളരാൻ പോകുന്ന സാധനം ഫസ്റ്റ് പിളർപ്പ്. ഇത് കുറേ പാർട്ടിയാണ്. അപ്പൊ കേന്ദ്രം ഏത് വിഭാഗത്തിനായിരിക്കും പോവുക? കൗൺസിലർമാർ ഭൂരിപക്ഷം ഇങ്ങോട്ടാണോ സംശയിക്കുന്ന ഘട്ടത്തിൽ അവരെ അക്കൗണ്ടുകളുടെ കാശ് ഔദ്യോഗിക വിഭാഗം പിൻവലിച്ച് ട്രക്കുകളിലാണ് കൊണ്ടുവന്ന അകമ്പടിയോട് കൂടി. കാരണം അഥവാ മറ്റേ പാർട്ടിക്ക് സംഘടന പോവുകയാണെങ്കിൽ ഈ ക്യാഷ് അവർ പിൻവലിച്ചാണെന്ന് ചോദിച്ചു. അത്രമാത്രം പണം, ഈ പണം കൊണ്ടാണ് അവരൊക്കെ ജമാഅത്തും മുജാഹിദും പ്രവർത്തിക്കുന്നത്. നമുക്ക് വലിയ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ എല്ലാ കാലവും നടക്കും ഈ പരിപാടി. നമ്മളെ ഈ മക്കൾ, ഇവരാണ് ഭാവി സുന്നത്തിന്റെ മാറ്റം നിലനിർത്തേണ്ട ആളുകൾ. അവർക്ക് കടബാധ്യതയില്ലാത്ത വിധം അത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കാശിൽ ബക്കറ്റിൽ ഇടണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ഒരു ആശയം, ഈ ഒരു ആദർശം, ഇത് നിലനിർത്തുന്ന കാലത്ത് ഇത്രമാത്രം കണിശമായ നിലപാട് സ്വീകരിക്കാൻ പിരിവിട് തുടങ്ങണോ? ബക്കറ്റ് പിരിവിട് തുടങ്ങണോ? അങ്ങോട്ട് പറഞ്ഞ ഇത്ര കണിശമായ നിലപാട് സമസ്ത സ്വീകരിക്കാൻ എന്താ പ്രശ്നം ചോദിക്കും? എന്താ കുറച്ചൊക്കെ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കൂടെ, നീക്കുപോക്കൊക്കെ ഉണ്ടായിക്കൂടെ, വെറുതെ അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞു അവരെ അതൊക്കെ ഓരോ പോകണമായി പോയിക്കോട്ടെ, നമ്മൾ പോകണമായി നമുക്ക് പോയാൽ പോരാ എന്നൊരു ചിന്താഗതി നമുക്ക് ചെറുക്കെങ്കിലും തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ഇത് പ്രശ്നമുണ്ട്. അങ്ങനെ അയവ് കാണിക്കാൻ പറ്റിയ പാർട്ടിയല്ലത്. മെയിൻ രണ്ട് പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ആശ്രമം രക്ഷപ്പെടാനോ പ്രധാനം. ദുനിയാവ് തപ്പ് കഴിഞ്ഞു പോകും. ഇപ്പൊ കഴിഞ്ഞു പോകാൻ ഇപ്പൊ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് എന്റെ ഗൾഫിൽ എല്ലാ സമയത്തും ഉപയോഗിച്ചിരുന്ന സമയത്ത് എന്നെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് റൂം നിർബന്ധിച്ച് താമസിക്കുകയും എല്ലാ സൗകര്യം ഒരുക്കി തരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. എന്നെക്കാൾ പ്രായമുണ്ട്. അഷ്റഫ് തലശ്ശേരി പിണറായി നാട്ടുകാരനാണ്. ഇന്ന് രാവിലെ ഒരു ശ്വാസതടസ്സം വന്നു, ഹോസ്പിറ്റലിൽ പോയി മരണപ്പെട്ടു പോയി വാർത്ത കിട്ടി. എന്തോ തന്നെ മനുഷ്യനാണോ, എല്ലാവർക്കും ഉപകാരം ചെയ്യും, ഒരു പൈസയും വാങ്ങില്ല. അവിടുത്തെ മദ്രസന്റെ പള്ളിയുടെ കാര്യമൊക്കെ നോക്കും, ഒരു പൈസയും വാങ്ങില്ല. അങ്ങനെ സ്വസ്ഥമായി സേവനത്തിൽ മാത്രം ഒരു ജീവിച്ചൊരു മനുഷ്യനാണ്. ഈ അടുത്ത പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാനുണ്ടാകില്ല ഞാൻ സങ്കല്പത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കരുണാ വാർത്ത നമ്മുടെ ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ വലിയ ഇടം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ വെച്ച് കാണാനും അവിടെ വെച്ച് മുക്തം നൽകാനും അല്ലാഹു തൗഫീഖ് നൽകി. എന്റെ സഹോദരന്മാരെ, ആ മരണം എപ്പോഴാണ് ഒരു നിശ്ചയമല്ല. എന്തായാലും 60-70 ശരാശരി ഉറപ്പാണോ? 60-70 വരെ ഒരു കൊല്ലം ഒന്നാണ് കഴിഞ്ഞിട്ട് നോമ്പത വന്നു കഴിഞ്ഞ് നോമ്പടുത്തില്ല കഴിഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞു പോകും നമ്മുടെ ഈ ജീവിതം അപ്പുറത്താണ്. അപ്പുറത്തെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, യഥാർത്ഥ ഈമാനോട് കൂടി മരിച്ചു പോകണം. ഈമാൻ സലാമത്താണ്, കെലിമ ചൊല്ലി മരിക്കാൻ സാധിക്കണം. ഞാൻ പറയട്ടെ, ബിദ്അത്തിന്റെ കാരണം പിശാചിന് വേഗം സ്വീകരിക്കാൻ സാധിക്കും. ഔലിയാക്കളും സ്വാലിഹ്യങ്ങളായ മഹാത്മാക്കളുമായി ബന്ധമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെങ്കിൽ മരണസമയത്ത് പിശാചിനെ പ്രതിരോധിക്കാൻ ഈ മഹാത്മാക്കളോട് ഉണ്ടാവും. അതാണ് നമ്മുടെ മജ്ലിസിനൂർ ചെല്ലുന്നത്. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം കലീലവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പന. ദാഹം, കടുത്ത ദാഹമുള്ള മൗത്തിന്റെ നേരത്തെ ഇബ്ലീസ് നമ്മുടെ ദാഹം തീർക്കാൻ പാനപാത്രവുമായി കടന്നു വന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ബദരീങ്ങളെ പിൻബലം തീർക്കണമെന്നാണ്. ബദരീങ്ങളാണ് വിശുദ്ധാത്മാക്കൾ. അവർക്ക് ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ദുഷിച്ച വർഗ പിശാചുകൾ. അപ്പോൾ ആശ്രയം രക്ഷപ്പെടാൻ അത് നല്ല പ്രവർത്തനം. കാരണം 100 കൊല്ലാണ് ആശ്രയം പിന്നാൽ കഴിഞ്ഞു പോയിക്കോട്ടെ. നരകത്തിൽ വിചാരിക്കാം 1000 കൊല്ലോ 10000 കൊല്ലോ കോടി കൊല്ലോ അല്ല, അനന്തമായ അറ്റമില്ലാത്ത ജീവിതം. അവിടെ സ്വർഗം കിട്ടല്ലേ പ്രധാനം. അവിടെ നരകം കിട്ടിയ പോയി നമ്മുടെ മാർക്ക് നിസ്സാര ഗൗരവ അടിസ്ഥാനപരമായ വിഷയം. സ്വർഗം വേണോ നരകമാണോ പ്രശ്നം. വിശുദ്ധ ഖുർആനിൽ ചില മുഖങ്ങൾ പ്രകാശിക്കുന്ന നേരം, ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോകുന്ന നേരം എന്നാണ് ആഖിറത്തിന്റെ ചിത്രമാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ നിന്ന് അമലുകൾ ചെയ്തിട്ടുണ്ടാവും, വഹാബികൾ ചെയ്തിട്ടുണ്ടാവും, വിദായികൾ ചെയ്തിട്ടുണ്ടാവും, എല്ലാ വിഭാഗവും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ ചെന്നിട്ട് കിതാബ് കിട്ടുന്ന നേരത്താണ് അല്ലാഹ് ഞാൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ, നരകത്തിലേക്കാണല്ലോ പോകാനുള്ള പുറപ്പാടെന്ന് കാണുമ്പോൾ ചില മുഖങ്ങൾ കറുത്തു പോകും, ഞാൻ അപകടത്തിൽപ്പെട്ടു.
സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിച്ച ആളുകൾ ഖുർആന്റെ തഫ്സീറിൽ പറയുകയാണ് തബിയ്യദു വുജൂഹ് അഹ്ലി സുന്ന വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖങ്ങളാണ് പ്രകാശപൂരിതമാവുക, തെളിഞ്ഞു. ഇതാ നമ്മുടെ മാർഗം സത്യമായിരുന്നു, ഇതാ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമായി, എല്ലാം റെഡിയാണെന്ന് ബോധ്യപ്പെടുന്ന ഘട്ടം. അപ്പുറത്ത് കറുത്തിട്ട് പോകും മുഖം. അല്ലാഹു കാത്തുരക്ഷിച്ച് പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് യഥാർത്ഥ അഖീദയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് അപ്പുറത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. അത് മെയിൻ പ്രശ്നം തന്നെയാണ്, ഗൗരവമുള്ള പ്രശ്നമാണ്. നമ്മുടെ ഈ ജീവിതത്തിലൂടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി ലക്ഷ്യമാക്കുന്നത് മരിച്ചു പോകുന്ന കാര്യത്തിൽ സംശയമല്ല. നമുക്ക് അത് പണക്കാരനെന്നോ സാധാരണക്കാരനെന്നോ പണ്ഡിതനെന്നോ അഹ്ലുബൈത്തെന്നോ അല്ലെങ്കിൽ ഒരു വ്യത്യാസമില്ല. ആ സമയത്തുള്ള മരണം ഒന്നും നമുക്ക് കേൾക്കും. മരണത്തിന് വിധേയരാകാൻ കഴിയില്ല. അപ്പൊ അവിടെ രക്ഷപ്പെട്ട് കിട്ടാനുള്ള മാർഗം യഥാർത്ഥ ത്വരീഖിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാത്തതാണ്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, ഗൗരവം കാണിക്കാൻ. രണ്ടാമത്തെ പ്രശ്നം, ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാല് മറ്റു പ്രശ്നങ്ങൾ പോലല്ല, അത് സാംക്രമിക രോഗമാണ്, ഒരു പകർച്ചവ്യാധിയാണ്, ഒരു വിഷമാണ്. വിഷം, ആ വിഷത്തിൽ വേഗം ചെന്ന് ചാടും. നമ്മൾ ആ വിഷം ആ സാംക്രമികമായി നമ്മുടെ ശരീരത്തിലേക്ക് പടർന്നു കാണും, മനസ്സിലേക്ക് പടർന്നു കാണും. ബിദ്അത്തിന്റെ പ്രത്യേകത എത്രത്തോളം മാരകമായ വിഷമാണെന്ന് വെച്ചാൽ ആ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ പിന്നെ ആ വിഷത്തിൽ പരിഹാരമില്ല. ചില വിഷം കഴിച്ചാൽ പ്രതിരോധ മരുന്ന് കഴിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ബിദ്അത്ത് ഉള്ളിൽ ചെന്നാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. വളരെ സീരിയസ് കേസാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു ബിദ്അത്തിൽ പോയ ആൾ സുന്നത്തമായി തിരിച്ചു വന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? അത് നിസ്സാര വിഷയമല്ലോ. അപ്പൊ നിങ്ങൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഒരു വഹാബി, ഒരു മൗദൂദി അങ്ങനെ പോയ ഒരാള് തിരിച്ച് സുന്നിക്ക് വന്ന ചരിത്രം, അനുഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ റയർ കേസായിരുന്നു. അത് ചെന്നപ്പെട്ടാ പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത് കലബ് പോലെയാണ്. കലബ് എന്ന് പറഞ്ഞാല് പേവിഷം, പേപ്പട്ടി കടിച്ചാലുള്ള വിഷം ഉണ്ടല്ലോ, ആ വിഷത്തിന് സമാനമാണ് ബിദ്അത്ത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ഹദീസിലുണ്ട്. സയഖൗലു മിൻ ഉമ്മത്തി അഖ്വാമുൻ, എന്റെ ഉമ്മത്തിൽ ചില വിഭാഗങ്ങൾ പിൻകാലത്ത് പ്രത്യക്ഷപ്പെടും. അവരിലൂടെ വിദായി ചിന്തകൾ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും. പേവിഷം ബാധിച്ച ആളുടെ സിരകളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ വളരെ കറക്റ്റ്. പേവിഷത്തിനുള്ള ഉദാഹരണം അള്ളാന്റെ വസ്തുക്കൾ മെഡിസിൻ കൂടിയാണ്. ലോകത്ത് എന്തൊക്കെ രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾക്കൊക്കെ മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ വരെ ഏറെക്കുറെ നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എല്ലാ രോഗത്തിനും വരുന്നുണ്ട്. എന്നാൽ ഒരു പേവിഷം ഒരാൾക്ക് ബാധിച്ചാൽ രക്ഷപ്പെടുത്താൻ ഒരു വഴിയില്ല. പേവിഷം വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വിജയിക്കും, ചിലപ്പോൾ അത് വിജയിച്ചാൽ വരും. പേപ്പട്ടി കഴിച്ചു മാത്രമല്ല ആ വിഷം അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല, ആൾക്ക് മരണമാണ് പ്രതിവിധി. ഇന്ന് വരെ ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം എടുക്കും. അമ്മാതിരി കേസാണ് ഈ പേവിഷബാധ. ഇതാണ് ബിദ്അത്ത്. അവരുമായി ബന്ധപ്പെട്ട് അതിന് അവസരം കൊടുത്ത് എങ്ങനെയെങ്കിലും അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ തിരിച്ചു കിട്ടില്ല. പോയി മാത്രം കുടുംബത്തിൽ ഒരാൾ പോയാൽ കുടുംബത്തെ മൊത്തം മാറ്റും. കാരണം അങ്ങോട്ടൊക്കെ പകരും, അങ്ങോട്ടൊക്കെ പകരും. പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാരാണെങ്കിൽ പോലും വഴിതെറ്റും. ഇമ്രാൻ ബിൻ ഹിത്താൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ പണ്ഡിതനുണ്ടായിരുന്നു. ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തി വെക്കുന്നു. നല്ല സുന്നത്ത് ജമാഅത്ത് പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് അവൾക്കന്ന് ഖവാരിജി പ്രസ്ഥാനം എന്ന ബിദഈ പ്രസ്ഥാനത്തിന്റെ ആശയമുള്ള പെൺകുട്ടിയാണ്. പക്ഷെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളെ സുന്നത്ത് ജമാഅത്തിനെ കൊണ്ടുവരും ബോധവൽക്കരിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ക്രമേണ ഈ ഇമ്രാൻ ബിൻ ഹിത്താൻ ഖവാരിജി പ്രസ്ഥാനത്തിന്റെ ആണായിരുന്നു മരിച്ചുപോയത് എന്ന് താരീഖിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നോക്കുന്നത് ഒരു പെണ്ണ് പറയും, എന്താ പറയുക, മുജാഹിദ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചോണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, അങ്ങോട്ട് പോകുമ്പോഴേ പ്രശ്നമുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവർ നേരാക്കിയിട്ടാണ്. ദുനിയാവും നേരാക്കാൻ കഴിയില്ല. വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട വിഷയമാണ്. എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ മകന്റെ പുതിയെണ്ണ്, എന്റെ മകന്റെ ഭാര്യ തീർച്ചയായും സുന്നിയായിരിക്കണം എന്ന കാര്യത്തിൽ കണീഷൻ നമ്മൾ വെച്ചു പുലർത്തണം. അല്ലെങ്കിൽ എന്റെ മകൻ മാത്രമല്ല, ഞാനും എന്റെ ഭാര്യയും ഈ കുടുംബം വരെ വഴിതെറ്റാൻ ഇടയുണ്ടെന്ന് മഹത്വാക്കൾ രേഖപ്പെടുത്തി വരിക. അങ്ങനത്തെ മാരകമായ വിഷയമാണ് ഈ ബിദ്അത്ത്. മാരകമായ വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. ഇതിന്റെ പ്രകടമായ ഒരു ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. ബിദ്അത്ത് കാരണം മുഖത്ത് ഈമാന്റെ പ്രകാശം ഉണ്ടാവില്ല. ഈമാന്റെ പ്രകാശം ഉണ്ടോ? പ്രകാശം ഉണ്ട്. നിങ്ങൾ നല്ല മുസ്ലിങ്ങളായ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഉദാഹരണം പറയാം. 5 നേരം നിസ്കരിക്കും, ആ ദിക്റും തസ്ബീഹൊക്കെ ചൊല്ലി ദുആ ചെയ്തിട്ട് പള്ളിയിൽ പോകും. സ്ത്രീകളാണെങ്കിലും അങ്ങനെ 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, മൗലൂദും റാത്തീബും ഹദ്ദാദും തബിയത്തും സിയാറത്തും മഹാന്മാരുടെ ബഹുമാനത്തെ നടത്തുന്ന നബിതങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കും. അവിടെ നടന്നു പോകുമ്പോൾ അവിടെ മുഖത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ മനുഷ്യന്മാർ ഒരു പ്രകാശം ഇങ്ങനെ കാണും, ഒരു തെളിച്ചം ആ മുഖത്തുണ്ടാവും. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടാവും, മരിച്ചു പോയിട്ടും ആ മുഖത്തേക്ക് നോക്കിയാൽ പ്രകാശം ഉണ്ടാവും. അത് മുഖങ്ങൾക്ക് ഈമാന്റെ നൂറിന്റെ പ്രകാശം. വിശുദ്ധ നബിവചനങ്ങൾ കാണാം. ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുകയാണെങ്കിൽ
മുഅ്മിനായിക്കൊണ്ടവന് വ്യഭിചരിക്കാൻ കഴിയുകയില്ല. അവന്റെ മുഖത്ത് നിന്ന് ഈമാന്റെ നൂറ് അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു പിടിച്ചെടുക്കും, ഊരിയെടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരം കഴിഞ്ഞ ശേഷം അള്ളാഹു വിചാരിച്ചാൽ ആ പ്രകാശത്തെ തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചാൽ കൊടുക്കും, ഇല്ലെങ്കിൽ അള്ളാഹു കൊടുക്കില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഈമാനിൽ നൂറുണ്ട്, യഥാർത്ഥ മുഅ്മിനിൽ ഒരു പ്രകാശമാണ് മുഖത്ത്. നമ്മൾ സ്വാലികളുടെ മുഖത്തൊക്കെ ഇങ്ങനെ കാണുന്നു, ചിന്തിച്ചു നോക്കി, ഓരോ മനസ്സിലുള്ള സ്വാലികളെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഏതാ വിദ്യാർത്ഥികാർക്കോ ആ പ്രകാശത്തിന് പകരം അവർക്കൊരു കറുത്ത ഭീകരമായ ആവരണമാണ്. അവരെത്ര കൊടുത്താലും ആൾക്കാർ ചോദിച്ചത്, എത്ര നല്ല നിറമുള്ള ആളുകൾ ശരി മുഖത്തൊരു കറുപ്പിന്റെ ആവരണമായിരിക്കും. കാരണം ഹദീസിലുണ്ട്, ആളുകൾ നമ്മളിങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ, ഓരോ തെറ്റും ചെയ്യുമ്പോൾ, ഓരോ നന്മ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും മുഖത്തെ സ്വാധീനിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ ഒരു വെളുത്ത കുത്തവന്റെ കൽബിൽ വീഴും. പിന്നെയും ഒരു സൽക്രമം ചെയ്താൽ പിന്നെയും വെള്ള കുത്തു വീഴും. പിന്നെയും സൽക്രമം നിരന്തരം ചെയ്താൽ വെളുത്ത കുത്തുകൾ വീണ് പ്രകാശമായ മാനമാകും മുഖാത്മ കൽബ്. ആ കൽബിന്റെ കണ്ണാടിയാണ് മുഖം, മുഖത്തും ആ പ്രകാശം വരും. നേരെ മറിച്ച് തെറ്റ് ചെയ്താൽ നുക്കിത്തത്തും സൗദ, ഒരു കറുത്ത കുത്ത് വീഴും. പിന്നെയും തെറ്റ് ചെയ്താൽ പിന്നെയും കറുത്ത കുത്ത് വീഴും. നിരന്തരം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ കൽബ് കറുത്തു പോകും, മുഖവും കറുത്തു പോകും. ബാഹ്യമായ കറുപ്പല്ല, ഒരു പ്രത്യേകമായ ഭീകരത ആ മുഖത്തനാവരണം ചെയ്യപ്പെടും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സലഫു സ്വാലിഹിൽപ്പെട്ട മഹാപണ്ഡിതനുണ്ട്, വലിയ സൂഫിയാണ്. അദ്ദേഹം പറയുകയാണ്, അഹ്ലുൽ ബിദ്അ അലാ വുജൂഹിഹിം ദുൽമ വഇൻ ഇദ്ദഹനു ഫീ യൗമിൻ 30 മറ. ഒരു ബിദ്അത്തുകാരന്റെ മനസ്മുഖത്തിന്റെ പ്രത്യേകത, അവന്റെ മുഖത്ത് കറുപ്പ് ആവരണം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കും. ഒരു ദിവസം അവൻ 30 ദിവസം എണ്ണ തേച്ച് മുഖം കഴുകിയാലും ശരിയെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. തിരിച്ചറിയണോ, വിദാത്തിന്റെ ആളുകൾ എത്ര വലിയ പണ്ഡിതന്മാരായിരുന്നാലും, എത്ര വലിയ തത്വമുള്ള വിവാദ ആളുകളായിരുന്നു, അവരുടെ മുഖത്തിൽ പ്രകാശത്തിന് പകരം ഒരു കറുത്ത ആവരണം ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അല്ലാഹുവിനോട് നമുക്ക് ആഖിറത്ത് നന്നാകാൻ, നമ്മൾ രക്ഷപ്പെട്ട് കിട്ടാൻ, നമ്മുടെ മക്കൾ രക്ഷപ്പെട്ട് കിട്ടാൻ, മാതാപിതാക്കൾ രക്ഷപ്പെട്ട് കിട്ടാൻ, കുടുംബത്തിൽ രക്ഷപ്പെട്ട് കിട്ടാൻ, നമ്മൾ സ്നേഹിക്കുന്നവർ രക്ഷപ്പെട്ട് കിട്ടാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നത്, കഠിന യത്നം നടത്തേണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യണം? അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട മക്കളാണ് SKSFന്റെ മക്കൾ. ഇത് സാധാരണ മക്കളല്ല. ഞാൻ ഇതിന് അനുഭവസ്ഥനായി സംഘടന രൂപീകരിക്കുമ്പോൾ സമസ്ത കേരള കമ്മിറ്റി രൂപീകരിക്കുന്ന അനുഭവസ്ഥരല്ല. ആ മഹാത്മാക്കൾ നേരിട്ട് കണ്ടിട്ടില്ല, അവരൊന്ന് കേട്ടിട്ടേ ഉള്ളൂ, വായിച്ചിട്ടുള്ളൂ. SKSF രൂപീകരണം നേരിട്ട് ദൃക്സാക്ഷിയാണ് മഹാനായ ഉസ്താദുൽ അസാദി റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഹംസിയ നമ്പറുല്ലാഹു മർദദോട് ദർജ ഉയർത്തിക്കൊടുത്തു പറയട്ടെ. ആ മഹാത്മാവിന് സമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്യുന്ന രൂപീകരിക്കുന്ന പരിപാടിയിലേക്ക് വരാനുള്ള ആരോഗ്യപരമായ സാഹചര്യമില്ല. വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെന്നപ്പോ പച്ച മലയാളത്തിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ സംഘടന പ്രവർത്തകരുടെ ദുആ ചെയ്ത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇത് അദ്ദേഹം ഒരു ആശംസ പറഞ്ഞു നമ്മൾ എഴുതി, അതോടെ ആശംസ ആ സമ്മേളനത്തിൽ വായിച്ചു പാർട്ടി ഉപയോഗിക്കും, സംഘടന ഉപയോഗിക്കും. മഹാനായ അഭിനന്ദനായ ശംസുലമ ഉസ്താദ് ആരാണ്? വലിയ വലിയ മഹാത്മാക്കളാണ്. കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പുസ്തകാപത്തിൽ മനസ്സറിഞ്ഞു പറഞ്ഞ ദുആക്ക് ഇജാബത്ത, യാതൊരു സംശയമല്ല. ഇന്നും മലപ്പുറം ജില്ലയുടെ എത്രയോ മേഖലകളിൽ മഴയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുമ്പ് മഴ കിട്ടിയ, നല്ല മഴയ്ക്ക് ആവശ്യമുള്ള സാഹചര്യം അനുഭവസ്ഥരായ ആളുകൾ കുറെ കാലം ചരിത്രമായിരുന്നു. ഇപ്പൊ അനുഭവസ്ഥരുടെ നാടാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ മുസ്ലിം അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ട്. ഇന്നത്തെ ഏറെക്കുറെ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അതിന് ശിഷ്യന്മാർ എന്റെ പിതാവ് മുഷാവർ മെമ്പറായിരുന്നു, അതിന്റെ പ്രധാന ശിഷ്യൻ. അവർക്ക് അദ്ദേഹത്തിന്റെ ആ ജീവിത വിശുദ്ധി പറയാറ്. ഈ അബ്ദുൽ ഖാദർ മുസ്ലിയുടെ മകൻ നാട് വിട്ടുപോയി. പഴയ കാലത്ത് കുട്ടികൾ നാട് വിട്ടുപോകും, വീട്ടുകാരോട് തെറ്റിയാലും പിന്നെ ചിലപ്പോൾ തിരിച്ചു വരാൻ അന്വേഷിക്കാൻ വഴിയില്ല. ഇന്നിപ്പോ നാട് വിട്ടുപോയാൽ എങ്ങനെയാണ് മൊബൈൽ ഉണ്ടാവും കയ്യിൽ, പരാതി കൊടുത്ത സൈബർ വിങ് ഇന്ന സ്ഥലത്ത് ആളുകൾ കണ്ടെത്തി കൈയോടെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നാട് വിട്ട് അവനെ രക്ഷയില്ല, വീട് കിട്ടാൻ. അങ്ങനെ നാട് വിട്ടുപോയി ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. വലിയ സങ്കടമായി. മരിച്ചു പോകുന്ന സമാധാനം കുട്ടി നാട് വിട്ടുപോയാൽ. വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്നെ കിടപ്പാണ്, ഒരു ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, കുട്ടിന്റെ വിവരം ഞാൻ എന്ത് കഴിക്കാനാണ്. വലിയ സങ്കടമായി. കണ്ണീർ ഉസ്താദിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദാണല്ലോ വാഴക്കാട് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട്, അവൻ ദുആ ചെയ്യും. അദ്ദേഹം അപ്പൊ തന്നെ പച്ച മലയാളത്തിൽ ദുആ ചെയ്തിട്ട് അദ്ദേഹം ആ ശിഷ്യൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ സ്റ്റെപ്പ് ഇറങ്ങിയ താഴേക്ക് പറഞ്ഞു. വാഴക്കാട് പള്ളിയുടെ കുറച്ച് മുകളിലാണ്. ഇറങ്ങി ഞാൻ പോരുമ്പോ ഉടനെ കണ്ണീർ ഉസ്താദ് പറഞ്ഞു, അബ്ദുൽ ഖാദർ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ വേഗം പോയി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ വിളിക്കുന്നുണ്ട്. കണ്ണീർ ഉസ്താദ് തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ ഒരു അബദ്ധം സംഭവിച്ചോ? തിരിച്ചു ചെന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാരെ നിങ്ങളുടെ മകൻ 6 ദിവസത്തിനകം തിരിച്ചെത്തും. സുബ്ഹാനല്ലാഹ്. 6ാമത്തെ ദിവസം ആ പൊന്നുമോൻ വീട്ടിലേക്ക് തിരിച്ചെഴുതിയെന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അനുഭവം പറയുന്നു. കണ്ണീർ ഉസ്താദിന്റെ സ്മരണയിൽ അനുഭവം എഴുതി വെച്ചു. ഇതൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഇൽഹാം, ഔലിയാക്കൾക്ക് വഹി കിട്ടുന്ന പോലെ ഇൽഹാം കിട്ടുന്ന ആ ഗണത്തിൽപ്പെട്ട വിശുദ്ധാത്മാവ് ജീവിതത്തിൽ കറാത്ത് പഠിക്കാത്ത മനുഷ്യരാണ് കണ്ണീർ ഉസ്താദ്. അങ്ങനത്തെ മനുഷ്യർക്കുണ്ടോ നമുക്ക് അല്ലാഹു നമുക്കറിയില്ല. സ്വകാര്യമായിട്ടുണ്ടാകാം.
ചെയ്യാത്ത വലത് ഭാഗത്തേക്ക് തുപ്പൽ കറാഹത്ത. ഇമാമ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മൗനങ്ങൾ പിരിഞ്ഞു പോകുന്നത് കറാഹത്ത. ഇങ്ങനത്തെ നിസ്സാരത്തിൽ പക്ഷെ നല്ലതല്ല. അമ്മാതിരി പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്യാത്ത. ഒരിക്കൽ ജയ്ദുൽ ഹുസൈനോട് നേരിട്ട് പറഞ്ഞ ഒരു യാത്രയിൽ ഞങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ പള്ളിയിലാണ് ഞാൻ കണ്ടിട്ട് ഒരിക്കൽ യാത്ര വരുമ്പോൾ നിസ്കരിക്കാൻ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇമാം നിൽക്കാൻ ഞാൻ ഇമാം നിന്നു. ഇമാം നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് ദിക്റും തുടങ്ങി കഴിച്ച് വണ്ടിക്കാരെ ഉസ്താദ് പറഞ്ഞു, സയ്യിദ് മുസ്ലിയാരെ നിങ്ങൾക്ക് ആ ദിക്റും തുടങ്ങി വണ്ടിന്ന് പറയുന്നു. ഞാൻ ഇന്നിപ്പോൾ എഴുന്നേൽക്കുന്നത് ഞങ്ങളൊന്ന് പൊന്തും പിന്നെ ഇരിക്കും. എനിക്ക് ഇരിക്കാൻ കൂടുതൽ വലിയ പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലല്ലോ. ഞാൻ അവസാനം എഴുന്നേറ്റിട്ടാ ഞാൻ അറിയുന്നത് പ്രയാസപ്പെട്ടിരുന്നു. ഇമാമ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മൗമൂം എഴുന്നേറ്റ് പോലെ എന്താണ് കറാഹത്ത. ഈ മാതിരി മനുഷ്യൻ അദ്ദേഹം നമുക്ക് വേണ്ടി വായിച്ചു വെച്ചിട്ടുണ്ട്. ശംസുൽ ഈക്കെ ഉസ്താദ് ഒരര പതിറ്റാണ്ട് കാലം സമസ്തയുടെ പകുതി കാലം സമസ്തക്ക് രാജകീയമായ അന്തസ്സാണ് നേതൃത്വം നൽകിയ ശംസുൽ ഈക്കെ അബൂബക്കർ മുസ്ലിയാർ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ നിർദ്ദേശപ്രകാരം ഈ സംഘടന ഉണ്ടാക്കി. ഓരോ ഘട്ടത്തിലും ശംസുൽ പറയും, എടാ ഇങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്യും. അതിനെന്തായാലും പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കത്തുന്നുണ്ട്, ഇനി അടുത്ത് ഇങ്ങനെ ചെയ്തോ. അവരെ തെർബിയത്തിലാണ് ശംസുൽ തെർബിയത്തിലായി ഈ സംഘടന വളർന്നുള്ളത്. ശംസുൽ അദ്ദേഹത്തിന്റെ എളിവുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലായത്തിനെ മറച്ചു വെക്കപ്പെട്ട മഹാത്മാവായിരുന്നു. ലോകത്തെ വലിയ മഹാത്മാവായിരുന്നു ശംസുൽ ഈക്കെ ഉസ്താദ്. അദ്ദേഹം തുഹഫ എന്ന കിതാബിന് ഷാഫി മുതൽ ആധികാരികമായ കിതാബാണ്. 10 വോളിയ. അത് ദർസിലിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ചില സ്ഥലത്തെത്തുമ്പോ ഇബ്നു ഹജർ തങ്ങളെ അദ്ദേഹം പറയും, ഇബ്നു ഹജർ തങ്ങളെ കിതാബ് രചിച്ചാണ്. ഏതോ നൂറ്റാണ്ട് രചിച്ച നമ്മുടെ കേരളത്തിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ് ഷെയ്ഖ് ഇബ്നു ഹജർ ഹൈത്തമി റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയും, ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ അവരെ ഇവിടെ നിങ്ങൾക്ക് തെറ്റ് വെച്ചിട്ട് ഇങ്ങനെ അല്ല എഴുതേണ്ടത്, ഇങ്ങനെയായിരുന്നു അദ്ദേഹം ക്ലാസ് പറയും. അപ്പൊ ഇൽഹാം കിട്ടുന്ന മഹാത്മാവുണ്ട് അദ്ദേഹം. അപ്പൊ നമുക്കറിയാം അവിടെ അങ്ങനെ എഴുതിക്കുന്നെങ്കിൽ ആ കിതാബിന്റെ വാദം വളരെ ഫിറ്റാകുമായിരുന്നു. ആ തരത്തിൽ ഔന്നത്യം പ്രാപിച്ച ശംസുൽ ഈക്കെ ഉസ്താദിന്റെ ഗൈഡൻസ് അനുസരിച്ചാണ് ഈ സംഘടന രൂപീകരിച്ചത്. മഹാനായ പാലക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് അവരുടെ ഈ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കേരളത്തിൽ നമ്മൾ ഏറ്റവും അവസാനം കിട്ടിയ ഒരു വലിയ മഹാത്മാവായിരുന്നു പാലക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ്. വല്ലാത്ത മനുഷ്യനായിരുന്നു. ഹിജാബത്തുള്ള മനുഷ്യനായിരുന്നു. നിരവധി കറാമത്തുള്ള മനുഷ്യനായിരുന്നു. സുബഹിക്ക് മുമ്പ് ഏത് സമയത്ത് പോയി കാസർഗോഡ് എന്നൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്തായാലും പുറച്ച 3 മണിയാവും. എത്ര സ്പീഡ് കാർ പോയാലും. എന്നാലും സുബഹിന്റെ മുമ്പ് ഒന്നും ചെയ്തിട്ട് ഹജ്ജുദിൽ തന്റെ നാട്ടിൽ ജുമാഅത്ത് പള്ളിയിൽ അദ്ദേഹം ഹജ്ജ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഇമാമിന്റെ വലതുഭാഗത്ത് അങ്ങനെ ഇരിക്കും. ആ അനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം തിരക്കില്ലാത്തത് കാണണമെങ്കിൽ, നല്ല സീരിയസ് കേസാണെങ്കിൽ ആ സുബഹി നിസ്കരിക്കാൻ പാലക്കാട് പള്ളിയിൽ പോകും. ഞാൻ 1-2-3 വട്ടം പോയിട്ടുണ്ട്. അപ്പൊ വലിയ തിരക്കൊന്നും തങ്ങൾക്ക് ആ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു പോരും. കൂടെ നടന്നു പോകാൻ വരാന്തിയിൽ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. തങ്ങൾ കാര്യങ്ങൾ അന്വേഷണം പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റുന്ന നല്ല ചാൻസാണ്. അമ്മാതിരി മനുഷ്യൻ പാലക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് അവരാണ് ഇതിന്റെ നിമിത്തം സംഘടന ഉണ്ടാക്കാൻ. ആ തരത്തിൽ അക്കാലത്ത് ജീവിച്ച ആളുകളൊക്കെ ദാഹിച്ച് മോഹിച്ച് നടന്ന് രൂപീകരിച്ച സംഘടന. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നവർക്കൊക്കെ പറക്കട്ട. ഈ സംഘടനക്ക് പറക്കട്ട. സമസ്ത കേരളം നമുക്ക് എത്ര കീഴ്ഘടകമുണ്ട്? കീഴ്ഘടകങ്ങളുടെ കൂട്ടത്തിൽ നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല പറയാം, SKSSF എന്നാണ് ഉത്തരം പറയാൻ സാധിക്കുക. ഈ കരുത്തുറ്റ സംഘടന, മുബാറക്കായ സംഘടന. എനിക്കത് പ്രിയപ്പെട്ട പൊന്നന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട് സ്നേഹാദരപൂർവ്വം പറയാനുള്ളത്, ആരെന്തൊക്കെ വിഘടന പ്രവർത്തനങ്ങൾ നടത്തിയാലും ശരി, ആര് സമസ്തക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി തീർത്താലും ശരി, ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാലും ശരി, നമ്മളിവിടെ സൂചിപ്പിച്ചു, സലാഹുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരേ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം, സമസ്ത സ്ഥാപിച്ച ഈ രൂപീകരിച്ച ലക്ഷ്യത്തിന് വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സരളമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഇഖ്ലാസോട് പ്രവർത്തിക്കാം. നമ്മൾ നമ്പർ 1 സുന്നിയാകാം. നമ്മുടെ വീട്ടുകാർ സുന്നിയാകണം, നമ്മുടെ അയൽക്കാർ സുന്നിയാകണം, നമ്മുടെ കൂട്ടുകാർ സുന്നിയാകണം. ബിദ്അത്തിലേക്ക് പോകുന്ന സാഹചര്യം തടയും. ഭരണഘടനയുള്ളതാണ്. ബിദ്അത്ത് നിയമാനുസരണം തടയുകയും എന്നാണ് ഭരണഘടന എഴുതിയിട്ടുള്ളത്. ഒരു ബിദഅത്ത് പ്രസ്ഥാനങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ ഒരു ശ്രമം നടത്താൻ കഴിയുന്ന വിധം അത് തടയാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് ഈ ആദർശം നിലനിർത്താനും അതിന്റെ മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോകാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നാണ് ബാധ്യത. സത്യത്തിൽ ഈ വാഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെറിയ വിക്ഷോഭം നിലവിലുള്ളത് അതിന്റെ മർമ്മ തന്നെ. കാരണം ബിദഅത്തുമായി ഒരു അനുരക്തനം, ചെറിയൊരു വിട്ടുവീഴ്ച മനോഭാവം, ചെറിയൊരു കോംപ്രമൈസ്. എന്താ മുജാഹിദിന്റെ പരിപാടിയിൽ പോയി നമ്മളെ ഉസ്താദ് പങ്കെടുത്താൽ, വാഫി സ്ഥാപന ഉസ്താദ് പങ്കെടുക്കണം. എന്താ നമ്മുടെ കുട്ടികളെ ജമാഅത്ത് ഇസ്ലാമിന്റെ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് സഹകരണത്തിന്റെ കാലഘട്ടമല്ലേ, പങ്കെടുപ്പിക്കണം. അവരുടെ ഉസ്താദുമാരെ കൊണ്ടുവന്ന് നമ്മുടെ ഈ സ്ഥാപനം ക്ലാസ് പഠിപ്പിക്കണം. ഇങ്ങനത്തെ സമന്വയ സ്ഥാപനങ്ങൾ വളർന്നു വന്നപ്പോ സമസ്തയോട് ശ്രദ്ധയിൽപ്പെട്ടു. എന്താ അവരുടെ പുസ്തകങ്ങളൊക്കെ സിലബസിൽ കുറച്ച് ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചാൽ അതിന് പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പോരെ. ഇങ്ങനെ ഒരു അയഞ്ഞ സമീപനം ബിദ്അത്തിനോട് സ്വീകരിച്ചപ്പോഴാണ് സമസ്ത കേരള ജമിഅത്ത് തിരുത്താൻ ശ്രമിച്ചത്. സമസ്ത തിരുത്തണല്ലോ, ആ തിരുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് തിരുത്തിക്കൂടാ, ഇങ്ങനെ തന്നെ പോകണമെന്ന് ഉള്ളിൽ വെച്ച് നടക്കുന്ന ചില ആളുകൾ മുൻനിരയിലുള്ളതുകൊണ്ടാണ് തിരുത്താൻ സാധിക്കാതെ പ്രശ്നങ്ങളായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പ്രശ്നം വരുമ്പോ എന്തൊക്കെ വിഷയത്തിൽ അനുരക്തമായാലും, ഏതൊക്കെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും, ഏതൊക്കെ വിഷയത്തിൽ കോംപ്രമൈസ് പോകാനും ശ്രമിച്ചാലും ശരി, ഒരു കാരണവശാലും ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ സമസ്ത കേരള ജമിഅത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമസ്തയുടെ 9 പതിറ്റാണ്ട്
പ്രസ്ഥാനത്തിന്റെ 10 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ വലിയ വലിയ പ്രസ്ഥാനങ്ങളെയും വലിയ വലിയ വ്യക്തിത്വങ്ങളെയും എതിർത്തിട്ടുണ്ട്. അവരാരും തല ഉയർത്തി മുന്നോട്ട് പോയിട്ടില്ല. എങ്കിൽ ഇന്ന് സമസ്തയുടെ ഈ പ്രതിസന്ധിയും കൂളായി അതിജീവിക്കാൻ ഇൻഷാ അല്ലാഹ് പൂർവികരായ മഹാന്മാർ ബറക്കത്തോട് സമസ്തക്ക് സാധിക്കുമെന്ന പ്രത്യാശയോടുകൂടി ഉറച്ചടന്ന് പ്രവർത്തിക്കാം. നമ്മൾ ചീത്ത പറയാൻ പോകണ്ട, അവർ തങ്ങന്മാരെ കുറ്റം പറയട്ടെ. എന്തൊക്കെയാണ് മഹാന്മാരായ സാധാരണക്കാർ എഴുതുന്നത്, എന്തൊക്കെയാണ് ആദ്യങ്ങളെ കുറിച്ച് എഴുതുന്നത്, എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ലക്ഷണമാണ് മഹാത്മാക്കൾക്ക് ആദ്യം കൽപ്പിക്കാതിരിക്കുക. നമുക്ക് മഹാന്മാരോട് കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല. മാത്രമല്ല, അവർ വരുന്ന സമയത്ത് ബഹുമാനത്തോടെ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. എത്ര ആദരവ് നമ്മൾ കൽപ്പിക്കാം. നമ്മുടെ ഉസ്താദ് ആദരവ് മഹാന്മാർ കൽപ്പിക്കുന്നത്. ആ ആദരവൊക്കെ മുസ്ലിമുകളെ മനസ്സിൽ പറിച്ചു മാറ്റുന്ന വിജയ പ്രസ്ഥാനത്തിന്റെ ചിന്താഗതിയാണ് ഈ പുതിയ സമന്വയ വിദ്യാർത്ഥികളും സമന്വയ സ്ഥാപന ചില അധ്യാപകന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. അവിടെ സമസ്ത ഇടപെടേണ്ടതാണ്. ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടൽ വിജയം കാണുകയും തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മഹതായ ഫضل കൊണ്ട് 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വലിയ ഭാഗ്യശാലികളാണ്. കാസർഗോഡിനാണ് വാർഷിക മഹാസമ്മേളനം നടത്താനുള്ള സൗഭാഗ്യം, ആതിഥേയത്വത്തിനുള്ള സൗഭാഗ്യം കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ടവരാണ്. നിങ്ങളെ സർവാത്മന സഹായം മാത്രമല്ല, മുന്നിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ആ നിരക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് 100ാം വാർഷികം കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്ന കാസർഗോഡ് പ്രത്യേകിച്ചും സുന്നത്തിനുമായിട്ടുള്ള ഭൂമിക വിശാലമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊരു പാക്കേജ് തയ്യാറാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹതായ ഫضل കൊണ്ട്, അവന്റെ ലുത്ഫ് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് സഹകരിച്ച ഏത് നാട്ടിലുണ്ടാവും ഇത്ര നല്ല കാര്യങ്ങളും സർവാത്മന സഹകരിക്കുന്ന, ഒരുപക്ഷെ വരാൻ കഴിക്കുന്നവരാ എല്ലാ നിലക്കും അർഹമായ സഹായം നൽകുന്ന സകലമായ ആളുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവർക്കും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും കച്ചവടത്തിലും ഒക്കെ അല്ലാഹു അവർക്ക് നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അവരും നമ്മുടെ ഈ കുടുംബത്തിലും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ സരണിയിൽ സുന്നത്തമായിട്ട് ഉറച്ചു പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ആപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിൽ നിന്ന്, കിഡ്നി രോഗത്തിൽ നിന്ന്, അറ്റാക്കിൽ നിന്ന്, അതുപോലെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള മാരകമായ കേസുകളൊക്കെ വരാതെ ഈ ദയാനിധിയായ അല്ലാഹു നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാരെ ബറക്കത്തുണ്ട്. നമ്മൾ പാപികളാണ്, പക്ഷെ എന്നാൽ ഉള്ളിനുള്ളിൽ നമുക്ക് റബ്ബിനോട് വലിയ മഹബത്തുണ്ട്. അതുപോലെ റസൂലുള്ളാഹിയുടെ മഹബത്തുണ്ട്, ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ മഹബത്തുണ്ട്. ആ മഹബത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സകലമായ രോഗം അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ശത്രു എന്ന അല്ലാഹു നമ്മളെ നമ്മുടെ മഹാന്മാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കോടൊപ്പം നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അവരൊക്കെ നോട്ടമിട്ടിരിക്കുന്ന സയ്യിദുനാ സയ്യിദ് മുഹമ്മദ് മുത്തുഖാത്തങ്ങൾ അവരുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ഈ പ്രതിസന്ധികളൊക്കെ കൂളായി അതിജീവിച്ച് അന്തസ്സായി പൂർവികരെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിച്ചതുപോലെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ജനസമൂഹത്തെ ജനരക്ഷകളെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും ദാർഢ്യതയും ഹിമ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. നരകശിക്ഷകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ സകലമായ ആളുകൾക്കും അല്ലാഹു ഈ വിശുദ്ധമായ ശഅബാന്റെ ബറക്കത്തുണ്ട് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ജന്നാത്തുൽ നഈമിൽ അവരോട് ഒരുമിച്ച് കൂടാൻ കുടുംബസമേതം ഞങ്ങൾക്കും ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മക്കൾ ഈ പരിപാടി സംഘടിപ്പിച്ച് സ്വാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അമലായി നാളെ ആഖിറത്തിൽ കബൂലാക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ റബ്ബനാ ഇഗ്ഫിർ ലഹും വാലിദീനാ റബ്ബനാ ഇർഹംഹും കമാ റബ്ബൗനാ സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.